എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ഹമാസ് ലീഡേഴ്സിനെ ലക്ഷ്യം വെച്ചിട്ട് ഖത്തർ വലിയൊരു അറ്റാക്ക് നടത്തുകയുണ്ടായി. ഈ അറ്റാക്കിൽ ഹമാസിൻ്റെ ഏകദേശം 8ഓളം ഉന്നതന്മാരായ പൊളിറ്റിക്കൽ ലീഡേഴ്സ് കൊല്ലപ്പെട്ടിരുന്നു. അതിൽ ഒരാൾ കഴിഞ്ഞ വർഷം മുസ്ലിം ലീഗ് പാലസ്തീൻ അനുകൂല സമ്മേളനം കോഴിക്കോട് വെച്ച് നടത്തുന്നു, കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുത്ത ഹമാസിൻ്റെ ഉന്നതനായ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ ഈ അറ്റാക്കിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും ഇസ്രായേൽ നടത്തിയ ഈ അറ്റാക്ക്, അപ്പോൾ ഇതുവരെ ആയിട്ട് ഇസ്രായേൽ ഹമാസിനെതിരെ പോരാടുന്നത് ഗസയിലുള്ള ഹമാസോളികൾക്കെതിരെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്താണ് ഈ ഖത്തറിൽ കയറി അടിക്കാൻ ഒരു ഊർജ്ജം നൽകിയത്, എന്താണ് അതിൻ്റെ മോട്ടിവേഷൻ എന്നാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പറയുന്നതെന്ന് വെച്ചാൽ ഇസ്രായേൽ നെതന്യാഹുവിന് മോട്ടിവേഷൻ കൊടുത്തത് ഇന്ത്യ ആണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ കയറി അറ്റാക്ക് നടത്തിയില്ലേ, അത് പാകിസ്ഥാൻ ബോർഡർ ക്ലോസ് ചെയ്യാതെ തന്നെ അവിടെ നിന്ന് എന്താ പറയുക പ്രിസിഷൻ അറ്റാക്ക് ഉപയോഗിച്ചാണ്, പ്രിസിഷൻ അറ്റാക്കിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് കറക്റ്റ് ഈ എന്താ പറയുക ലഷ്കർ തൊയ്ബയുടെയൊക്കെ പരിശീലന കേന്ദ്രം അടക്കം തകർത്തത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഇന്ത്യ കയറി ബോംബിട്ടത്. അപ്പോൾ കറക്റ്റ് പ്രിസിഷൻ അറ്റാക്കിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ അന്ന് അറ്റാക്ക് കൈകാര്യം ചെയ്തത്. അതേ ലെവലിലെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും ഇവിടെ ഖത്തറിൽ കയറി അടിച്ചപ്പോഴും ചെയ്തത്. അപ്പോൾ ഈ ഇസ്രായേൽ ഖത്തറിനെ അറ്റാക്ക് ചെയ്ത അമേരിക്കക്ക് തന്നെ അറിയായിരുന്നു. അപ്പോൾ ശരിക്കും ഇപ്പോൾ പുറത്ത് ചില ട്രോളുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ വിളിക്കുന്നു, അതായത് ഞങ്ങളിങ്ങനെ ഖത്തറിൽ കയറി അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ട്രംപിനോട് ചോദിക്കാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖത്തറിൽ അമേരിക്കക്ക് എയർബേസ് ഉണ്ട്. അപ്പോൾ ഈ ട്രംപ് തന്നെ പറയണേ, എടോ ഞങ്ങളുടെ എയർബേസ് എവിടെയുണ്ട്, നോക്കിയും കണ്ടും കളിക്കണേ, അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നെതന്യാഹു പറഞ്ഞത് ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതായത് ഞങ്ങൾ കറക്റ്റ് അവരെ മാത്രമേ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ, അവർ വലിയൊരു പാർപ്പിട സമുച്ചയത്തിലാണ്, വലിയൊരു പാർപ്പിട സമുച്ചയത്തിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കറക്റ്റ് ഇത്രാമത്തെ റൂമിൽ അവരുണ്ട് എന്ന് ഈ ഇസ്രായേലിൽ മനസ്സിലായി. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്തൊരു വാക്ക് കൊടുത്തിരുന്നു, വേറെ ഒരു കാഷ്വാലിറ്റീസും ഒന്നും ഉണ്ടാവില്ല, ഇവന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്ത്യ ചെയ്ത അതേ സ്ട്രാറ്റജി ഇവിടെ ഇസ്രായേലും പ്രയോഗിച്ചു. അതാണ് പറയുന്നത് ഈ അറ്റാക്ക് ഖത്തറിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് ഒരു മോട്ടിവേഷൻ കൊടുത്തത് ഇന്ത്യ ആണെന്ന്. അപ്പോൾ എന്തിനാണ് ഇസ്രായേൽ ശരിക്കും ഈ ഖത്തറിലേക്ക് അറ്റാക്ക് ചെയ്തത്? ശരിക്കും അവിടുത്തെ ഹമാസിനെയൊക്കെ ശരിക്കും ഉന്മൂലനം ചെയ്താൽ പോരെ? ശരിക്കും എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹമാസിൻ്റെ ലീഡേഴ്സിന്, പൊളിറ്റിക്കൽ ലീഡേഴ്സിന് അവർക്കൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഉണ്ട്. അതിൻ്റെ പേരും നാളൊന്നും ശരിക്കും പുറത്തു വന്നില്ല. ശരിക്കും പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് ഇപ്പോഴും എന്താ പറയുക ഈ ഗസയിലേക്ക് ഹമാസിനെയൊക്കെ ശരിക്കും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ഹമാസിൻ്റെ ലീഡേഴ്സിന് ഏറ്റവും സേഫസ്റ്റ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ ഒരു രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഖത്തറാണ്. അപ്പോൾ ശരിക്കും മനസ്സിലായി, അതായത് ഇനി ഇവന്മാരാണ് ശരിക്കും എന്താ പറയുക അന്താരാഷ്ട്ര തലത്തിൽ ഫണ്ട് കൊണ്ടുവന്നിട്ട് ഈ ഗസയിലുള്ള ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നതും ഇൻസ്പിറേഷൻ ആവുന്നത് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. അപ്പോൾ അവർ ഇനി എന്നേക്കുമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ദ ട്രൂത്ത് സോഷ്യലിൽ ഒരു വലിയൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹമാസ് ഓളികൾക്ക് അന്ത്യശാസനം നൽകിയിരുന്നു. അതായത് നിങ്ങൾ ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ ഉടൻ തന്നെ വിട്ടയച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉന്മൂലനാശം വരും, നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് എന്താ പറയുക ഭൂമുഖത്ത് നിങ്ങളെ എന്നേക്കുമായിട്ട് ഭൂമുഖത്തിനെ തുടച്ചു നീക്കുമെന്ന് ദ ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് വാൺ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ അറ്റാക്ക് നടന്നിരുന്നത്. അപ്പോൾ ശരിക്കും അമേരിക്കക്കും അറിയായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ അമേരിക്കയുടെ എയർബേസ് അവിടെയുണ്ട്. അപ്പോൾ എയർബേസിന് ഒരു പ്രശ്നമില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ഒരു പ്രോമിസ് ഇസ്രായേലിൻ്റെ പക്കൽ നിന്ന് കിട്ടിയിരുന്നു, ഡൊണാൾഡ് ട്രംപിന് കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഖത്തർ ഇൻറ്റേർണലി ഇത് അറിഞ്ഞിരുന്നോ എന്ന് പോലും ചില ആൾക്കാർ സംശയിക്കും, ചില പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ സംശയിച്ചിരിക്കുന്നു. അതായത് അവിടെ അമേരിക്കയുടെ എയർബേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അമേരിക്കയുടെ എയർബേസ് ഉള്ളൊരു സ്ഥലത്ത് ഇസ്രായേൽ കയറി അറ്റാക്ക് ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ അറിവ് ഉണ്ടാവണം. അപ്പോൾ എന്തുകൊണ്ട് അത് അമേരിക്ക ഖത്തറിനെ അറിയിച്ചില്ല എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചില മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നത് ചിലപ്പോൾ ഖത്തർ പോലൊരു മൗന അനുവാദം കൊടുത്തിട്ടുണ്ടാകാം ഈ ഇസ്രായേലിന് കറക്റ്റ്, അതായത് വേറെ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല ഇവന്മാരെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലൊരു കാര്യങ്ങളാണ് ഇവിടെ തന്നെ നടന്നിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ നെതന്യാഹു ഇത്തരത്തിലുള്ളൊരു വലിയൊരു ഇതിന് ഒരുമ്പെട്ടത്? ശരിക്കും ഇവരെ അതായത് ഇവർ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിനെ തീർത്താൽ മാത്രമേ, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ തീർത്താൽ മാത്രമേ എന്താ പറയുക ഈ ഗസയിലുള്ള അവരുടെ പോരാട്ടം വിജയിക്കൂ. അല്ലെങ്കിൽ ഇങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടുകൊണ്ട് ഏകദേശം 2 വർഷത്തോളമായി ഇസ്രായേൽ ഇങ്ങനെ നിരന്തരം ഇവന്മാരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. അല്ലെങ്കിൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നെതന്യാഹുവിന് തന്നെ വലിയ പണിയാണ്. അതായത് രാജ്യം അത്തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യാൻ ഇനി ഇസ്രായേലിൻ്റെ പക്കലില്ല. അപ്പോൾ നെതന്യാഹു തീരുമാനിക്കുകയാണ് എന്നേക്കുമായി ഇവർ തീർക്കണം. അപ്പോൾ അവർ ലീഡേഴ്സിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്നേക്കുമായിട്ട് അവർ വേറെ എടുത്തു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് ഇവന്മാരുടെ ശല്യം ഒഴിവാക്കാമെന്നാണ് നെതന്യാഹു വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂർ ഇത് തന്നെയാണ് ചെയ്തത്. ഇന്ത്യ എന്താണ് ചെയ്തത്? അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നേ ഇവിടെ വലിയ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസും ഈ രാഹുൽ ഗാന്ധിക്ക് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. അതായത് ആ അറ്റാക്കിൽ പങ്കെടുത്ത പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആ 4 പേര് ഇവിടെ, ആ 4 പേര് പിടിക്കുന്നതിലെല്ലാം ആദ്യം ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തത്. ശരിക്കും ഇന്ത്യ ഗവൺമെൻറ് എന്ന് തീരുമാനിച്ചു ഇവന്മാർ
അവന്മാരെ ഈ തീവ്രവാദം എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറി തന്നെ ബോംബിടണം. അതായത് ആ തീവ്രവാദ ഫാക്ടറി, അതായത് അവർ ചെലവും കൊടുത്തിട്ട് തീവ്രവാദികൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന, അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന അവന്മാരെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ കയറി ബോംബിടണം. അതാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് ആ തീവ്രവാദ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഓരോരുത്തന്മാരെയും ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നെതന്യാഹു ഇവിടെയും ചെയ്തത്. അതായത് എന്നേക്കുമായിട്ട് ഗസയിലുള്ള ഹമാസോളികളെ എല്ലാവരും ഭൂമുഖത്ത് തന്നെ തുടച്ചു നീക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ലീഡേഴ്സിനെ, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കൊല്ലണം. അപ്പോൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു. ശരിക്കും ഇസ്രയേലിലെ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പോസ്റ്റല്ല, ഒരു വലിയ ആർട്ടിക്കിളൊക്കെ എഴുതിയിരുന്നു. അതായത് ഇസ്രയേൽ ഒരുപാട് ഇന്ത്യയുടെ വിദേശ നയങ്ങളും ഇന്ത്യ സ്വീകരിക്കുന്ന ഇന്ത്യ കാണിക്കുന്ന ശരിക്കും അമേരിക്കയോടൊക്കെ കാണിച്ച നട്ടലുണ്ടല്ലോ, അതൊക്കെ ശരിക്കും ഇസ്രയേലൊക്കെ കണ്ടുപഠിക്കണം. ഇസ്രയേൽ മാത്രമല്ല, ലോകരാജ്യങ്ങളൊക്കെ കണ്ടുപഠിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ നാഷണാലിറ്റി, ഈ ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് വലിയ രീതിയിലുള്ള ചർച്ച വന്നത് 2 ദിവസം മുന്നേ. അതിനുശേഷമാണ് നെതന്യാഹു ഇവിടെ ഖത്തറിൽ കയറി അടിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ കാണിക്കുന്ന ഒരു നാഷണലിസം, അത് എന്ത് തന്നെ പറഞ്ഞാലും ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്നില്ല. ഒരു വിഭജനം ഇൻ കേസ് ഓപ്പോസിഷൻ പാർട്ടി പിന്നീട് പ്രശ്നങ്ങളുണ്ടാക്കി, അത് വേറെ കാര്യം. പക്ഷേ ആ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഇതിന് അനുകൂലമായിട്ട് നിന്നു. ഇവിടെ ചില കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടായി, അത് ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ എടുത്ത് കാണിച്ചു. ഇപ്പം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിലെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ഇന്ത്യയെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് അവർ പറയുന്ന ഇന്ത്യയും ഇസ്രയേലും സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ഇതാണ്. അതായത് ഈ ഇസ്രയേലും ഇന്ത്യയുമുള്ള കോമൺ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 രാജ്യങ്ങളും വർഷങ്ങളായിട്ട് ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് എന്താ പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഇന്ത്യയിലെ ആൾക്കാരും ഇസ്രയേലിൽ നടക്കുന്ന കാര്യങ്ങൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുമാതിരി തന്നെയാണ് അവിടുത്തെ മാധ്യമങ്ങളും അവിടുത്തെ ജനങ്ങളും ഇവിടെ എന്ത് നടക്കുന്നത് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യയുടെ ആ ഒരു ഫോറിൻ പോളിസിയൊക്കെ കഴിഞ്ഞ ദിവസം ജെറുസലേം പോസ്റ്റ് വലിയ രീതിയിൽ ഇതാക്കിയിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവർ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഒരു ആണവ രാജ്യമായ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ആണവ രാജ്യമായ പാകിസ്ഥാനിൽ കയറിയിട്ടാണ് ഇന്ത്യ പ്രിസിഷൻ അറ്റാക്ക് നടത്തിയത്. അപ്പോൾ എന്തുകൊണ്ട് താരതമ്യേന ദുർബലമായ ഈ ഖത്തർ ദുർബലമാണെന്നറിയില്ല, ഫിനാൻഷ്യലി അവർ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഈ സൈനിക കാര്യത്തിലും ഇത്തരത്തിലുള്ള ഡിഫൻസ് സെക്ടറിലൊക്കെ അവർ ഭയങ്കര പുറകിലാണ്. അമേരിക്കയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അവരുടെ കാര്യങ്ങൾ, സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആണവ രാജ്യമല്ലാത്ത ഖത്തറിൽ കയറി അടിക്കാൻ പ്രചോദനം നൽകിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ജെറുസലേം പോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഇസ്രയേൽ കയറി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും മോട്ടിവേഷൻ കൊടുത്തത് ഇന്ത്യ തന്നെയാണ്, നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി, അതായത് ശരിക്കും അവിടെ കിരാന ഹിൽസിൽ, അമേരിക്കയുടെ കിരാന ഹിൽസിൽ കയറി അവിടെ ബ്രഹ്മോസ് കൊണ്ടിടുന്നത് പോലും ശരിക്കും മോദിയുടെയും എന്താ പറയുക ഇന്ത്യ ഗവൺമെൻറ് കാണിച്ച ആ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ. ശരിക്കും അവിടെ ആണവോർജ്ജം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അതിനെ യഥാർത്ഥ മുതലാണ് അമേരിക്കയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവിടെ കൊണ്ടിട്ട് കാണിച്ച ഇച്ഛാശക്തി, അതൊക്കെ തന്നെയാണ് ഈ ജെറുസലേം പോസ്റ്റിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഇന്ത്യയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്രയേലിലെ മാധ്യമങ്ങളും ഇസ്രയേൽ ജനങ്ങളൊക്കെ ഇന്ത്യയെ വലിയ രീതിയിൽ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുകയും ഇന്ത്യയെ ചെയ്യുന്ന കാര്യങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നടത്തുന്ന ഇടപെടലുകളൊക്കെ വലിയ രീതിയിൽ എന്താ പറയുക ആകാംക്ഷയോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു ജനതയാണ് ഇസ്രയേലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഖത്തറിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വലിയ രീതിയിൽ മോട്ടിവേഷൻ കൊടുത്തത് ഇന്ത്യ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. അപ്പോൾ എന്തിനായാലും ഈ ഹമാസോളികൾ അന്താരാഷ്ട്ര ലോകത്ത് തന്നെ ഇല്ലാതാക്കാൻ ഇസ്രയേൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രശംസ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇത് കേരളത്തിലേക്ക് വലിയ രീതിയിൽ ചിലപ്പോൾ ഹർത്താൽ പോലും നടത്തിയേക്കാം. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നതുകൊണ്ടാണ്, നരേന്ദ്രമോദി ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവന്മാർ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഹർത്താൽ പോലും നടത്തുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഹമാസിനെതിരെ ആക്രമണം കൂടുതൽ ഇസ്രയേൽ കടുപ്പിക്കും. നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.